പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. കിഴക്കിൻ്റെ വെനീസ് അറിയാലോ, കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ലോകത്ത് ഇങ്ങനെ ഒരു പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രദേശത്തെ സംബന്ധിച്ച് എല്ലാവർക്കും വലിയ ധാരണയുണ്ടാവും. ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയിലെ സർവീസുകളെ സംബന്ധിച്ചും അതിൻ്റെ ജലഗതാഗതത്തെ സംബന്ധിച്ചും ഉള്ള ഒരു ചെറിയ കാഴ്ചകളാണ് ഇനി നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത്. ഈ കിഴക്കിൻ്റെ വെനീസ് എന്ന ഒരു നാമകരണം ആരാണ് ചെയ്തത് എന്നതൊരു കൗതുകമായ ഒരു കാര്യമാണ്. കഴ്സൺ പ്രഭുവാണ്. അദ്ദേഹം ഇന്ത്യയിലെ ഗവർണർ ജനറലായിരിക്കുന്ന ആ കാലത്ത് നൽകിയിട്ടുള്ള ലോകത്തിൻ്റെ സഞ്ചാര ഭൂപടത്തെ ആലപ്പുഴയിലേക്ക് ആകർഷിച്ചിട്ടുള്ള ഒരു പ്രധാന ചരിത്ര സംഭവത്തിൻ്റെ നിമിത്തമായ നാമകരണം ചെയ്തത് ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ്. അവിടെ നിന്ന് അങ്ങോട്ട് കിഴക്കിൻ്റെ വെനീസ് എന്നുള്ളത് ഒരു വലിയ സാധ്യതയായി ലോകം കണ്ടു. ഒരുപാട് കാരണങ്ങളുണ്ട്. അതിനപ്പുറത്തും ആലപ്പുഴ ജില്ലയെ ലോകത്ത് അറിയപ്പെടുന്ന പല കേന്ദ്രങ്ങളിലും ഒന്നാക്കി നിലനിർത്തിയിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഭാഗത്താണ് അത്തരമൊരു വിശേഷണം വന്നിട്ടുള്ളത്. ഒരു വർഷം 10 ലക്ഷത്തിലധികം സഞ്ചാരികൾ വന്നു പോകുന്ന ഒരു ഇടമാണ്. ഹൗസ് ബോട്ടുകളും അതുപോലെ സ്വദേശ വിദേശ സഞ്ചാരികളുടെയൊക്കെ ഒരു സാധ്യതാ പ്രദേശം അല്ലെങ്കിൽ ആകർഷക കേന്ദ്രമാണ് ആലപ്പുഴ ബീച്ച്, വേമ്പനാട് കായൽ, റോമൻ കാത്തലിക് രൂപത, ജൈനക്ഷേത്രം, മുല്ലക്കൽ ക്ഷേത്രം, പുന്നപ്പറ വയലാർ സമരങ്ങളുടെ പ്രോജ്വലമായ അധ്യായങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ചരിത്രങ്ങൾ അതിലുണ്ട്. ആലപ്പുഴ ജില്ല രൂപപ്പെട്ടത് കോട്ടയം ജില്ലയുടെയും അതുപോലെ കൊല്ലം ജില്ലയുടെയും ഭാഗങ്ങൾ വിഭജിച്ച് 1957 ഓഗസ്റ്റ് 17 ആലപ്പുഴ ജില്ല രൂപീകരിച്ചത്. അവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ സ്വകാര്യമായ യാത്രകൾ, KSRTCയുടെ യാത്രാ സൗകര്യങ്ങൾ നോക്കിയാൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതുപോലെ കേരളത്തിലെ എല്ലാ ജില്ലകളെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ KSRTCയുടെ സഞ്ചാരവും സർവീസും കാണാൻ സാധിക്കും. കർണാടക ഈ ജില്ലയിലേക്ക് പ്രത്യേകിച്ച് അവരുടെ സ്റ്റേറ്റ് സർവീസ് തമിഴ്നാടുമൊക്കെ നടത്തുന്നത് കാണാം. ഒപ്പം റെയിൽവേയുടെ സൗകര്യമുണ്ട്. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും എത്തിപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള റെയിൽവേയുടെ സൗകര്യങ്ങൾ. അതിനെല്ലാത്തിനും ഉപരിയാണ് നമ്മുടെ എല്ലാ ജില്ലകളിലും ഇല്ലാത്ത ഒരു വ്യത്യസ്തതയാണ് ജലപാത ആലപ്പുഴ ജില്ലയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത്. ദേശീയ ജലപാത കടന്നു പോകുന്ന ഒരു കേന്ദ്രം എന്നതിനപ്പുറം പ്രാദേശികമായ ജലപാത കൊല്ലത്തേക്കും അതുപോലെ തന്നെ കോട്ടയത്തേക്കും ഒക്കെ പോകാൻ കഴിയുന്ന KSRTCയുടെ ബോട്ട് സർവീസുകൾ ഇവിടെ ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഏതായാലും ഇവിടെ കോട്ടയത്തേക്കും കൊല്ലത്തേക്കും യാത്ര ചെയ്യാൻ, ജലപാതയിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോട്ട് ജെട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനം, ഒരു KSRTC എന്നൊക്കെ പറയുമ്പോഴുള്ള ഒരു സംവിധാനം തന്നെ ആലപ്പുഴയിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ നിരന്തരം കൗതുകത്തിനും അല്ലാതെയുമായി യാത്ര ചെയ്യുന്ന നിരവധി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യയിൽ വെനീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നഗരങ്ങൾ എത്രയുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ ഒരു കൗതുകമായിരിക്കും. ഇന്ത്യയിൽ 3 നഗരങ്ങളെയാണ് അല്ലെങ്കിൽ 3 ഇടങ്ങളെ ഇങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്. വെനീസ് അല്ലെങ്കിൽ കിഴക്കിൻ്റെ വെനീസ് എന്നൊക്കെ അർത്ഥത്തിൽ വിശേഷിപ്പിക്കാറുണ്ട്. ഇന്ത്യയിലെ 3 പ്രദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആലപ്പുഴയാണ്, മറ്റൊന്ന് രാജസ്ഥാനിലെ ഉദയ്പൂരാണ്, മറ്റൊന്ന് ജമ്മു കാശ്മീരിലെ ശ്രീനഗറാണ്. ഈ 3 ഇടങ്ങളെ ഇങ്ങനെ ഒരു കാഴ്ചയിൽ വെനീസ് എന്ന വിശേഷണം നൽകി ടൂറിസത്തെയും അവിടുത്തെ സ്വദേശ വിദേശ സഞ്ചാരികളെയും ആകർഷിക്കുന്ന തരത്തിലേക്കുണ്ട്. അതിൽ ശ്രീനഗറിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അത് മഞ്ഞിൻ്റെയും കാശ്മീർ താഴ്വാരത്തിൻ്റെയും ഒക്കെ ഒരു അനുഭവ പശ്ചാത്തലങ്ങൾ നൽകും. അതുപോലെ മലകളുടെയും മലനിരകളുടെയും ഇടയിൽ കഴിയുന്ന രാജസ്ഥാനിലെ ഉദയ്പൂർ എന്ന് പറയുന്ന വെനീസിൻ്റെ ആ നഗരവും ഇത്തരം ഗ്രാമഭംഗിയും മനോഹരമായ കാഴ്ചകളും നൽകുന്ന അതിവിശാലമായ കേന്ദ്രമാണ്. ഈ വെനീസുകളെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വെനീസ് എന്ന ഒരു പേരിനെ അനർത്ഥമാക്കുന്ന തരത്തിൽ ലോകത്ത് ചർച്ച ചെയ്യുമ്പോൾ വെനീസ് നഗരം അതൊരു
സ്വർഗമാണെന്നും ഉല്ലാസ സഞ്ചാര മേഖലകളിലെ ആളുകളുടെ ഹൃദയത്തെ സ്വർഗതുല്യമായ പദവികളിലേക്ക്, ആനന്ദലബ്ധിയിലേക്ക് എത്തിക്കുന്ന ഇടമാണ് എന്നൊക്കെയുള്ള ഒരു സന്തോഷത്തിൻ്റെ ദായകമായ ഒന്നായിട്ടാണ് ഇതിനെ പറയുന്നത്. ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ വെനീസ് എന്ന വിശേഷണം നൽകുന്ന തുറമുഖങ്ങളും അഴിമുഖങ്ങളും അതുപോലെ ജലപാതകളും തടാകങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ഒരു സംഗതി കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ വെനീസ് എന്ന വിശേഷണമുള്ള നഗരങ്ങൾ അപരനാമം നൽകി സന്തോഷദായകമായി ലോക ജനതകളെ മാടി വിളിക്കുന്ന ഏറ്റവും കൂടുതൽ നഗരങ്ങൾ ഉള്ളത് ചൈനയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചൈനയിൽ ഏകദേശം 12-ലധികം ഇടങ്ങളെ വെനീസിൻ്റെ പേരിൽ, അല്ലെങ്കിൽ കിഴക്കൻ വെനീസ് എന്നോ അല്ലെങ്കിൽ വെനീസിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യഭംഗി ലഭ്യമാകുന്ന ഇടമെന്നോ ഒക്കെയുള്ള അർത്ഥത്തിൽ ചൈനയിൽ 12 ഇടങ്ങളിൽ കാണാൻ പറ്റും. ഇപ്പോൾ ചൈനയിലെ തന്നെ ഡാലിയൻ, ഫെങ്ജിങ്, ലിൻജിയാങ്, ലൂഴി, നെക്സൽ, ഷുമൈഷോ, ടോങ്കി, സിറ്റാങ്, സുജാജിയോ, സുഹുങ്കോ, വൂജൈൻ, തായിവോ ഇങ്ങനെ തുടങ്ങുന്ന കേന്ദ്രങ്ങളിലൊക്കെ ഈ വെനീസിൻ്റെ ഭംഗിയും വെനീസിൻ്റെ ആസ്വാദനവും വെനീസിൻ്റെ സുകുമാര്യതകളും നൽകുന്ന ഇടം എന്ന അർത്ഥത്തിൽ അവർ ലോക ഭൂപടത്തിലേക്ക് കൊത്തിവെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി മൈക്രോനേഷ്യയിലെയും നാൻമെഡോൺ പോലെയുള്ള പ്രദേശങ്ങളെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് കാണാം. ഇന്തോനേഷ്യയിലേക്ക് നമ്മൾ ചെന്ന് നോക്കിയാൽ അവിടെ ഇന്തോനേഷ്യയിലും വിവിധ പ്രദേശങ്ങൾക്ക് ഇങ്ങനെയുള്ള നാമകരണം നൽകി ടൂറിസത്തെ ആകർഷിക്കുന്നത് കാണാം. ബെഞ്ചർമാസിനായാലും പാംലോങ് ആയാലും സമരംഗ് ആയാലും ഇങ്ങനെയുള്ള പ്രദേശങ്ങളെ വെനീസിൻ്റെ പേര് പറഞ്ഞിട്ടാണ്. അതിൻ്റെ വെനീസിൻ്റെ കിഴക്കെന്നും വെനീസിൻ്റെ തെക്കെന്നും വെനീസിൻ്റെ പടിഞ്ഞാറെന്നും ഒക്കെയുള്ള അപരനാമങ്ങൾ നൽകി ഓരോ രാജ്യങ്ങളും അവരുടെ ടൂറിസ്റ്റ് പദ്ധതികളെ ആകർഷിക്കുന്ന ഒന്നായി മാറ്റിയിട്ടുണ്ട്. ഇറാഖിലെ ബസ്ര എന്ന് പറയുന്ന ഒരു നഗരം പല കാരണങ്ങൾ കൊണ്ട് ചരിത്ര പ്രശസ്തമായ ഇടമാണ്. ആ ചരിത്ര പ്രശസ്തമായ ആ ഇടത്ത് വെനീസിൻ്റെ നാമം നൽകിക്കൊണ്ട് വെനീസിൻ്റെ സുന്ദര സുകുമാര്യമായ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, സൗന്ദര്യദായക ചിത്രങ്ങളെ രൂപപ്പെടുത്താൻ കഴിയും എന്ന നിലയിൽ ബസ്ര നഗരം വെനീസിൻ്റെ ഭംഗിയിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന തടാകങ്ങളുടെ, നൈൽ നദിയുടെ, അവിടുത്തെ യൂഫ്രട്ടീസിൻ്റെ ഒക്കെ സൗകുമാര്യതകളെ ഇതിനോടൊപ്പം ചേർത്ത് പറയുന്നത് കാണാൻ സാധിക്കും. ജപ്പാനിലേക്ക് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജപ്പാനിൻ്റെ 10-ലധികം നഗരങ്ങൾ ഇങ്ങനെ വെനീസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ വെനീസിൻ്റെ ആസ്വാദന ഭംഗിയെയും സുകുമാര്യതയെയും അതിൻ്റെ സുകുമാര കലകളെയും ആസ്വാദന ഭംഗിയെയും അതിൻ്റെ നദികളെയും പുഴകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ബോട്ടിങ്ങുകളും മറ്റുമൊക്കെ ഉല്ലാസങ്ങളും ഒക്കെ രൂപപ്പെടുത്തിയിട്ട് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മലേഷ്യയിലും ഫിലിപ്പീൻസിലും ഇങ്ങനെയുള്ള വെനീസിൻ്റെ നഗരങ്ങളെ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാം. ദക്ഷിണ കൊറിയയിലും തായ്ലൻഡിലും ഇങ്ങനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ ചരിത്ര കോണുകളിൽ ഈ വെനീസ് എന്ന് പറയുന്ന ഒരു മഹത്തായ നാമത്തെ സുന്ദരമായി അവതരിപ്പിക്കുന്നത് കാണാം. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. ആലപ്പുഴ ജില്ലയിൽ ആയിരക്കണക്കിന് ബോട്ട് സർവീസുകൾ അതിനുവേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലുമുള്ള സഞ്ചാരവും അല്ലെങ്കിൽ ബോട്ടിൻ്റെ സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് മറ്റൊരർത്ഥത്തിൽ നമ്മൾ പരീക്ഷിക്കേണ്ടതാണ്. ഇങ്ങനെ ആയിരക്കണക്കിന് ബോട്ടുകൾ അല്ലെങ്കിൽ നൂറുകണക്കിന് ബോട്ടുകൾ അവിടെ തന്നെ ബന്ധിപ്പിച്ചിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മളൊരു അരമണിക്കൂർ അവിടെ നിന്നാൽ നൂറുകണക്കിന് ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉല്ലാസം നടത്തി പോകുന്നത് കാണാൻ സാധിക്കും. അതേപോലെ ഒരു ചെറിയ കനാൽ പോലുള്ള പ്രദേശമാണ്. ആ കനാൽ പ്രദേശത്തിലൂടെയുള്ള യാത്രയ്ക്ക് നിരവധി സഞ്ചാരികൾ വരുന്നു. അവർ സ്വന്തമായി ബോട്ട് ബുക്ക് ചെയ്ത് അവർ പറയുന്ന പൈസ അല്ലെങ്കിൽ ഫീസ് ഒടുക്കി യാത്ര ചെയ്യുന്നത് കാണാം. എന്നാൽ സർക്കാരിൻ്റെതായിട്ടുള്ള ജലഗതാഗത സംവിധാനത്തിൻ്റെ യാത്രാ സൗകര്യമൊരുക്കുന്ന ബോട്ടുകളെയും ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ബംഗ്ലാദേശ് പോലുള്ള പട്ടണങ്ങളിലും ഇങ്ങനെ
പിന്നെ ഈ കിഴക്കിൻ്റെ വെനീസായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത്തരം സൗകര്യങ്ങൾ ആണ് ഓരോ വെനീസിൻ്റെ കാഴ്ചപ്പാടുകളിലും കാണാൻ സാധിക്കുന്ന ഒന്ന്. ഈ ടൂറിസം ജലഗതാഗതത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, അല്ലാതെ തന്നെ ധാരാളം ചർച്ചുകളായാലും പുരാതനമായിട്ടുള്ള ആരാധനാലയങ്ങളായാലും മതവിഭാഗങ്ങളുടെ സാംസ്കാരിക ഇടപെടലുകളായാലും ഒപ്പം തന്നെ വൈജ്ഞാനികമായ വിദ്യാഭ്യാസപരമായിട്ടുള്ള സാംസ്കാരികമായ ഔന്നത്യബോധം ഒക്കെ ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ ലോകത്ത് വിദേശ സഞ്ചാരികൾ വരുന്ന ഇടങ്ങളിലെ ആളുകളുടെ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക കാഴ്ചപ്പാടുകളിൽ വലിയ വ്യത്യാസം ഉണ്ടാകും. ഒരു ഗ്രാമീണ ജനത ആ നാട്ടിലെ ജനങ്ങളോടൊപ്പം ചേർന്ന് ജീവിക്കുമ്പോഴല്ല വിദേശ രാജ്യങ്ങളിലെയും മറ്റ് സഞ്ചാരികളും ഒക്കെ നിരന്തരം വരികയും പോവുകയും സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇടങ്ങളിലെ ജനങ്ങളുടെ സാംസ്കാരികവും സാമൂഹികവും അവരുടെ ലോകവീക്ഷണവും ഒക്കെ വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ വെനീസുകളുടെ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ആ കേന്ദ്രങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ സാംസ്കാരിക ഔന്നിത്യ ബോധം വളരെ ഉയർന്ന തലത്തിലായിരിക്കും. ആ ഉയർന്ന തലത്തിൽ ഒരു രാഷ്ട്രത്തിനും ഒരു രാജ്യത്തിനും ഒരു ജനവിഭാഗത്തിൻ്റെ ജീവിത കാഴ്ചപ്പാടുകളിലുമൊക്കെ വലിയ വ്യത്യാസം നിറഞ്ഞ പങ്ക് നിർവഹിക്കാൻ കഴിയുന്ന തരത്തിൽ ഇത്തരം കേന്ദ്രങ്ങൾ ആ ജനതയെ രൂപപ്പെടുത്തും എന്നുള്ളത് കൂടി അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത്തരമൊരു സാംസ്കാരികമായ കൊടുക്കൽ വാങ്ങലുകൾ ലോകത്ത് നടക്കപ്പെടുന്ന ഇടങ്ങളാണ് വിദേശവും സ്വദേശവും അന്തർദേശീയവുമായ ജനങ്ങളുടെ വരുത്തുപോക്ക് വരുത്തി വെക്കുന്ന ഏറ്റവും വലിയ വിനിമയ മൂല്യം എന്നുള്ളത്. അപ്പോൾ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ ജില്ലയിൽ ലോകത്ത് പൗരാണിക കാലം മുതൽ തന്നെ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രം ഇന്ത്യയായി അറിയപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രം 1957 രൂപപ്പെടുന്നത്. അതിനു മുമ്പ് കേരളമെന്നൊരു ചരിത്രമില്ല, കേരളമെന്ന ഒരു പ്രശ്നമില്ല. 1948 തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നത്. അപ്പോൾ 1947 വരെ ഇന്ത്യ രൂപപ്പെടുന്നത് വരെ ആലപ്പുഴ ഒരു സ്വതന്ത്രമായ പ്രദേശങ്ങളുടെ ഭാഗമായി നിന്നിട്ടുള്ള ഒരു നാട്ടുസ്വരൂപം എന്നൊക്കെ നമ്മൾ ഇന്ന് പറയാൻ ശ്രമിക്കുന്ന, ചരിത്രത്തിൽ ചില മാറ്റത്തിരുത്തലുകൾ വരുത്തി നാട്ടുരാജ്യങ്ങളാണെന്നും അതുപോലെ തന്നെ അത് സ്വതന്ത്ര രാജ്യമല്ല എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്ന ഒരു കഥയുണ്ട്. അതിനപ്പുറത്ത് ഇറാഖ് പോലെ ഇസ്രയേൽ പോലെ അമേരിക്ക പോലെ ഫ്രാൻസ് പോലെ ജപ്പാൻ പോലെ ജർമ്മനി പോലെ ഉള്ള രാജ്യങ്ങൾ തന്നെയായിരുന്നു തിരുവിതാംകൂർ ആയാലും കൊച്ചി ആയാലും അതുപോലെ തന്നെ കോഴിക്കോടായാലും അറക്കൽ രാജവംശമായാലും ടിപ്പു സുൽത്താൻ്റെ രാജ്യമായാലും അതുപോലെ പിന്നെ ഓരോരോ മൗര്യ സാമ്രാജ്യമായാലും ഗുപ്ത സാമ്രാജ്യമായാലും അങ്ങനെ തുടങ്ങുന്ന ലോകത്ത് രാജാക്കന്മാർ എന്ന് പറയുന്ന ആളുകളുടെ അതിർത്തിയിൽ നിലനിന്ന പ്രദേശങ്ങൾ ഇന്നത്തെ ചൈന പോലെയും റഷ്യ പോലെയും ഇന്നത്തെ ജപ്പാൻ പോലെയും ഇന്നത്തെ അമേരിക്ക പോലെയും സൗദി പോലെയും UAE പോലെയുമുള്ള വ്യത്യസ്തമായ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ, ആ രാജഭരണകൂടത്തിൻ്റെ നിയമങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങൾ അതൊരു രാജ്യം തന്നെ ആയിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്, നമ്മൾ ഒരു പുതിയ ചരിത്രമാണല്ലോ ഈ രാജ്യത്തും ലോകത്തും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ട അപ്പോൾ തന്നെ ഇന്ത്യ എന്ന ഒരു പ്രദേശം ഇങ്ങനെ പിന്നെ ഭൂമിയിലേക്ക് എടുത്ത് ഒട്ടിച്ചു വെച്ചതാണ്. ആ ഒട്ടിച്ചു വെച്ച സ്ഥലത്ത് പിന്നെ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും അന്ന് മുതലേ ഉണ്ടായിരുന്നു എന്നതും ലോകം പിന്നീട് ഇന്ത്യയിൽ നിന്ന് മഴ പെയ്തപ്പോൾ ആ ഇന്ത്യയിലെ മണ്ണൊലിപ്പ് കൊണ്ട് അത് 4 ഭാഗത്തേക്കും പടർന്നാണ് പിന്നീട് ചൈന ഉണ്ടായത്, റഷ്യ ഉണ്ടായത്, പിന്നെ കടലുണ്ടായത്, ഇന്ത്യൻ ഭൂഖണ്ഡമുണ്ടായത്, ആഫ്രിക്ക ഉണ്ടായത്, അമേരിക്കൻ ഭൂഖണ്ഡങ്ങളൊക്കെ അങ്ങനെ ഇന്ത്യയിലെ മണ്ണൊലിപ്പ് മൂലം ഉണ്ടായി എന്ന് പറയുന്ന ഒരു ചരിത്രത്തിൻ്റെ ഭാഗത്തേക്ക് നമ്മുടെ പുതിയ ചരിത്രകാരന്മാരും പുതിയ നാൾവഴികൾ എഴുതുന്ന ആളുകളും വരാൻ ശ്രമിക്കുന്ന, അതിലൊരു അഭിമാനബോധം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന നവ അഭിനവ ചരിത്ര വിരോധികളുടെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഞാൻ പറയുന്ന ഈ കാര്യങ്ങളിൽ പല ആളുകൾക്കും വിയോജിപ്പുണ്ടാകും. പക്ഷേ 1957 മുമ്പ് 1956 കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ആലപ്പുഴ എന്നത് കേരളത്തിൻ്റെ ഭാഗമായിരുന്നില്ല. 1948 തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയൻ ലയിക്കുന്നത് വരെ അത് ഇന്ത്യയുടെ ഭാഗവുമായിരുന്നില്ല. 1947 ഇന്ത്യ എന്ന രാജ്യം സ്വാതന്ത്ര്യം നേടി ഉണ്ടാവുന്നതിന് മുമ്പ്
ഇന്ത്യ എന്ന രാജ്യവും ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പുണ്ടായിരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയാണ്. ആ ബ്രിട്ടീഷ് ഇന്ത്യ അവർക്ക് സൗകര്യം പോലെ അവർ ഭരിക്കുകയും അവർ പല താല്പര്യങ്ങൾ സംരക്ഷിച്ച് പല ഘട്ടങ്ങളിലും വിഭജിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പുണ്ടായിരുന്നത് മുഗൾ സാമ്രാജ്യം. അപ്പോൾ നമുക്ക് 1947-നും 1956-നും ശേഷം രൂപപ്പെട്ട് കിട്ടിയ ഒരു ജില്ല എന്ന അർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു വിശാലമായ ഭൂപ്രദേശങ്ങളിലേക്ക് ചേർന്ന ഒരു ജില്ല എന്ന അർത്ഥത്തിൽ കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് വലിയ മാറ്റങ്ങളും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളിൽ പുതിയ പുതിയ അധ്യായങ്ങളുമൊക്കെ രൂപപ്പെടുത്താൻ ആലപ്പുഴ ജില്ലയുടെ ഈ ചരിത്രത്തിന് അല്ലെങ്കിൽ ഈ വെനീസിൻ്റെ രാജശില്പത്തിന് ആ പേരിൻ്റെ പ്രസക്തിക്ക് സാധ്യമാകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതിനു മുമ്പൊക്കെ തന്നെ കേരളം ഉണ്ടാകുന്നതിനും ഇന്ത്യ രൂപപ്പെടുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മറ്റ് നാട്ടുരാജ്യങ്ങളെന്ന് നാം ചെറിയ തോതിൽ വിശേഷിപ്പിക്കാൻ ശ്രമിക്കുന്ന രാജസ്വരൂപങ്ങളുടെ ആ കാലഘട്ടങ്ങളിൽ തന്നെ ആലപ്പുഴ ലോക ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടുത്തെ സുഗന്ധ ദ്രവ്യങ്ങളുടെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് കേരളം എന്ന് പറയുന്ന മലബാറിൻ്റെയും അതുപോലെ തന്നെ തെക്കിൻ്റെയും വടക്കിൻ്റെയും ഒക്കെ വ്യാപാര ശൃംഖലകളെ ഏകോപിപ്പിച്ചിരുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ ആലപ്പുഴ ജില്ലയുടെ അല്ലെങ്കിൽ ആലപ്പുഴയുടെ ചരിത്രത്തിൻ്റെ വലിയ ഇടം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന ആൾക്ക് ഈ ജില്ലയെ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ആലപ്പുഴയെ അതിനൊരു വലിയ വിശേഷണം നൽകണം എന്നുള്ള രീതി ബോധ്യപ്പെട്ടത്. ഇപ്പോൾ കഴ്സൺ പ്രഭുവിനെ പോലുള്ള ഇന്ത്യയുടെ ഗവർണർ ജനറലായിരുന്ന ആ ഒരു ഭരണാധികാരിക്ക് ഒരു പ്രദേശത്തെ അത് ലോകത്തിൻ്റെ വിശേഷണ ഭൂപടങ്ങളിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ധാരണയും കൃത്യമായി ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പൗരാണികമായിട്ടുള്ള ചിത്രങ്ങൾ അദ്ദേഹത്തെ എത്രയധികം സ്വാധീനിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കഴ്സൺ പ്രഭു ലോകത്ത് 1859 മുതൽ 1925 വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചിട്ടുള്ള, അദ്ദേഹത്തിന് ചിന്തിക്കാൻ സാധിച്ചിട്ടുള്ള, സഞ്ചരിക്കാൻ സാധിച്ചിട്ടുള്ള ഭൂപ്രദേശങ്ങളുടെയും അതുപോലെ ലാവണ്യം ഉറ്റുനിൽക്കുന്ന, സുകുമാര്യത നിറഞ്ഞു നിൽക്കുന്ന, സാംസ്കാരിക തനിമ നിറഞ്ഞു നിൽക്കുന്ന, ലോകത്തിൻ്റെ ബന്ധങ്ങളുമായി ഏറ്റവും കൂടുതൽ ഇഴചേർന്ന് നിൽക്കുന്ന ആലപ്പുഴ എന്ന് പറയുന്ന ഒരു നഗരത്തെ കിഴക്കിൻ്റെ വെനീസ് എന്ന വിശേഷണം നൽകിക്കൊണ്ട് ലോകത്തെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയുന്ന തരത്തിൽ രൂപകൽപ്പനകൾ ചെയ്യാൻ കഴിയുമാറ് സ്വാധീനം ചെലുത്തിയിരുന്നു ആലപ്പുഴയുടെ പൂർവ്വകാല ചരിത്രം എന്നുള്ളതാണ് അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഒരു യാഥാർത്ഥ്യം, സത്യസന്ധമായ ഒരു അവതരണം. ആലപ്പുഴ ജില്ലയുടെ തന്നെ ചരിത്രം നമ്മൾ വേറെ ഒന്നുകൂടി പരിശോധിക്കുമ്പോൾ അതിൻ്റെ തീരപ്രദേശങ്ങളൊക്കെ കരിമണലാൽ നിറക്കപ്പെട്ട ഒന്നാണ്. കരിമണൽ എന്ന് പറയുന്ന വലിയൊരു സംരംഭം ഒരുപക്ഷെ ലോകത്തിൻ്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് അവിടുത്തെ സാധുക്കളായ പാവപ്പെട്ടവരായ നെയ്ത്തുകാരുടെ, കയർ തൊഴിലാളികളുടെ കയർ പിരിക്കലും കയർ നിർമ്മാണവുമായി അതിൻ്റെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ടാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ കയർ കയറ്റുമതി ചെയ്യുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്ന് കയർ കയറ്റുമതി ചെയ്യുമ്പോൾ ആ കയറിൽ ഉണ്ടായിരുന്ന കറുത്ത മണലിൻ്റെ അംശം ഒരു ജർമ്മൻ ചിന്തകനായ ആൾ പരിശോധിച്ചപ്പോൾ അത് വലിയ സാധ്യതകളുള്ള ഒന്നാണെന്ന് മനസ്സിലാക്കി. അദ്ദേഹം പിന്നീട് കേരളത്തിലേക്ക് വന്നിട്ട് ആലപ്പുഴയിൽ വന്ന് മണൽ പിന്നെ ഈ കയറിനൊപ്പം കടത്തുകയും കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുകയും ശേഷം ഇവിടെ വന്ന് കേരളത്തിൽ ആലപ്പുഴ കേന്ദ്രമാക്കി, കൊല്ലം കേന്ദ്രമാക്കിയൊക്കെ ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തി. അവിടെ നിന്നാണ് കരിമണൽ എന്ന് പറയുന്ന വലിയൊരു ധാതു സമ്പത്ത് ആലപ്പുഴയുടെ തീരപ്രദേശങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള അറിവ് ലോകത്തിന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ മണൽ പോലും വലിയ സമ്പന്നമായ നിധിശേഖരമായി ഉറഞ്ഞു നിൽക്കുന്ന ഒരു തീരപ്രദേശമാണ് ആലപ്പുഴയ്ക്കുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിലും ആലപ്പുഴ വലിയ പ്രശസ്തമാണ്. കയർ നിർമ്മാണത്തിൻ്റെ അതുപോലെ തന്നെ എന്താ പറയുക, തുരുത്തുകളുടെ മേഖലകൾ, സഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഗതികളാണ് തുരുത്തുകൾ. ആ തുരുത്തുകളിലും ഒക്കെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കൊടുക്കൽ വാങ്ങലുകൾ, ഇടപെടലുകൾ ലോകത്തോട് ടൂറിസത്തിൻ്റെ പേരിലും കച്ചവടത്തിൻ്റെ പേരിലും തൊഴിലിൻ്റെ പേരിലും
അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ജില്ല എന്ന അർത്ഥത്തിൽ കൂടി ഈ പ്രദേശം ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരികയാണ്. തോട്ടപ്പള്ളിയിലെ ബീച്ച്, മറ്റൊരു കാര്യം, ബീച്ചുകൾ ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശങ്ങൾ മുഴുവനും അത്തരം സാധ്യതയുള്ളതാണ്. വലിയ വിശാലമായ മണൽത്തിട്ടകളുള്ള കരപ്രദേശമുള്ള സഞ്ചാരികൾക്കോ വിനോദക്കാർക്കോ കളിക്കുവാനും ഇരിക്കുവാനും ഉല്ലസിക്കുവാനും സാധിക്കുന്ന തരത്തിലുള്ള തീരപ്രദേശങ്ങളുടെ വലിയ ഒരു നീണ്ട ചുറ്റളവ് തന്നെ, അല്ലെങ്കിൽ നീണ്ട കിലോമീറ്ററുകൾ തന്നെ സാധ്യമാകുന്ന ഒന്നാണ് ആലപ്പുഴയുടെ തീരപ്രദേശങ്ങൾ. അപ്പോൾ ജലസമ്പത്ത് കൊണ്ട്, അതുപോലെ കാർഷിക മേഖലയിലെ കുട്ടനാടിനെ പോലുള്ള കാർഷിക കലവറകളുടെ ഉറവിടങ്ങളെ സംബന്ധിച്ചുള്ള, അതുപോലെ കായൽ മത്സ്യങ്ങളെ സംബന്ധിച്ചുള്ള, മത്സ്യവിഭവങ്ങളെ സംബന്ധിച്ചുള്ള ഏത് തരത്തിൽ എടുത്തു പരിശോധിച്ചാലും എല്ലാ അർത്ഥങ്ങളിലും ഒരു ടൂറിസ്റ്റ് പദ്ധതികൾക്ക് ഏറ്റവും അനുയോജ്യമായ ഇടമാണ്. അപ്പോൾ ഈ ടൂറിസം പദ്ധതികൾ ഇങ്ങനെ രൂപപ്പെടുന്നു, സർക്കാർ വ്യവസ്ഥാപിതമായ കാര്യങ്ങളിലേക്ക് വരുന്നു എന്നൊക്കെ പറയുമ്പോഴും അതൊരു ടൂറിസത്തിൻ്റെ കൗതുകം നിറയ്ക്കുന്ന ഒന്നിലേക്ക് ഈ കാലഘട്ടങ്ങളിൽ വരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണത്തിൽ ഇവിടേക്ക് മനസ്സിലായിട്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള ബോട്ടുകളൊക്കെ ഉണ്ട്, 4 കസേരയൊക്കെ അടിക്കും. പക്ഷേ ഇതിനേക്കാൾ ലക്ഷറിയായ, കുറച്ചുകൂടി പിന്നെ വിദേശികളെ കൂടി ആകർഷിക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ബോട്ടിംഗ് മേഖലയിൽ വരേണ്ടതുണ്ട്. അങ്ങനെ ഇല്ലേ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി ഞാനിവിടെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കുണ്ടായി. ഇതിങ്ങനെ കാണുമ്പോൾ എനിക്കുണ്ടാവുകയാണ്. പഴഞ്ചൻ ബോട്ടുകൾ, അതിനിപ്പോൾ നമ്മുടെ KSRTC വാഹനമൊക്കെ 15 വർഷം കഴിഞ്ഞാൽ പൊളിച്ചടുക്കി കളയണം എന്നൊക്കെ പറയുന്ന നിയമങ്ങളുണ്ടെങ്കിൽ ഈ ബോട്ടുകൾക്ക് അങ്ങനെയുള്ള നിയമമോ നിയന്ത്രണമോ ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം അങ്ങനെ ഒരു പരിശോധന ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ പരിശോധന ഉണ്ടാവുമ്പോൾ വളരെ ഗൗരവത്തിൽ അതിൻ്റെ ഒരു പരിഗണന ലഭിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ ഈ ജട്ടിയിൽ അടുക്കിയിട്ടിരിക്കുന്ന, ഈ ബോട്ട് ജട്ടിയിൽ അടുക്കിയിട്ടിരിക്കുന്ന ടൂറിസ്റ്റുകളെയും, സ്വകാര്യമായ ടൂറിസ്റ്റുകളെയും, അതുപോലെ തന്നെ ആഭ്യന്തര ടൂറിസ്റ്റുകളെയും വിദേശ ടൂറിസ്റ്റുകളെയും ഒക്കെ ഇതിൽ കയറ്റി പോകുന്നുണ്ട്. ഇപ്പോൾ ആൾ കൂടുതലുണ്ടെങ്കിൽ 100 രൂപ വെച്ചാവും. അതിനേക്കാളും കുറച്ചുകൂടി ആളുണ്ടെങ്കിൽ 75 രൂപ വെച്ചൊക്കെ ഒരാൾക്ക് ആവുകയുള്ളൂ. ആ അർത്ഥത്തിലേക്ക് മണിക്കൂറിന് 800 രൂപയൊക്കെ വാടകയ്ക്ക് എടുത്ത് പോകാൻ കഴിയുന്ന ബോട്ടുകൾ ഇവിടെയുണ്ട്. അപ്പോൾ ആ ബോട്ടുകൾ ഇങ്ങനെ ചാർജ് കുറയും തോറും അതിൻ്റെ കാലാവധിയും അതിൻ്റെ ഒരു ആഡംബരതയും ഒക്കെ കുറയുന്നു എന്നുള്ളതാണ്. ഒന്ന്, വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കേണ്ടി വരുമ്പോൾ അതിന് അത്യാധുനികമായിട്ടുള്ള ആഡംബരപൂർണമായ സൗകര്യങ്ങളുള്ള കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. 2, ഒരു ജലഗതാഗതം എന്നുള്ളത് കൂടുതൽ ടൂറിസത്തിന് വേണ്ടി ആശ്രയിക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റ് യാത്രകൾക്ക് ആശ്രയിക്കുമ്പോഴും ഏറ്റവും അടിസ്ഥാനപരമായ ഏറ്റവും പുതിയ സൗകര്യങ്ങളുള്ള വാഹനങ്ങളെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുക. ആ അർത്ഥത്തിൽ പഴയ ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതുണ്ട്. ഒഴിവാക്കപ്പെടണമെങ്കിൽ അവിടെയുള്ള ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ, അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ, വാങ്ങാനുള്ള കഴിവ്, ശേഷി, ഇതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ ആവശ്യമായ പദ്ധതികൾ സർക്കാർ തയ്യാറാക്കും. ഇപ്പോൾ സർക്കാരിൻ്റെ തന്നെ ഇവിടെ ഓടുന്ന KSRTC പോലുള്ള സർക്കാർ നിയന്ത്രിക്കുന്ന ചെറിയ ഫീസിൽ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്രാ സൗകര്യത്തിന് വേണ്ടി ജലഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ബോട്ടുകൾ തന്നെ വളരെ പഴക്കം ചെന്നതാണ്. നാളെ ഒരു അപകടമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനെ സംബന്ധിച്ച് വലിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെയും അതുപോലെ തന്നെ അത് ട്രയൽ ചെയ്യുന്നതിൻ്റെയും റൺ ചെയ്യുന്നതിൻ്റെയും സ്പീഡും അതിൻ്റെ സുരക്ഷയും ഒക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥരുടെ ചാകര ഉണ്ടാവും വാർത്താ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ ആയിട്ട്. പക്ഷേ അന്ന് ആ ചാകര ഉണ്ടായിട്ട് എന്ത് കാര്യമാണുള്ളത്? ഒന്ന് വരാതെ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ സൗകര്യങ്ങൾ പരമാവധി പരിശോധിച്ച് സുരക്ഷ ഉറപ്പുവരുത്തുകയും ഒപ്പം പഴയത് ഒഴിവാക്കേണ്ടവ ഒഴിവാക്കുകയും അതിന് സബ്സിഡിയോ ലോണോ കടമോ ഒക്കെ ആയി നൽകിക്കൊണ്ട് സ്വകാര്യമായ വ്യക്തികളുടെ കുടുംബങ്ങൾ പട്ടിണിയാകാതിരിക്കുന്ന, അവരുടെ തൊഴിലുകൾ നഷ്ടപ്പെടാതിരിക്കുന്ന തരത്തിലുള്ള പ്രായോഗികമായ പരിഹാരങ്ങൾ കൂടി ഇവിടെ കാണേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ മറ്റൊന്ന്, ഈ ജല പരിസരം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു മാലിന്യങ്ങളുടെ വിഹരരംഗമായി തോന്നുന്നുണ്ട്. പക്ഷേ വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല എന്ന് തോന്നുന്ന തരത്തിലാണെങ്കിൽ പോലും അത് കുറച്ചുകൂടി പരിഷ്കരണത്തിൻ്റെ, അതിൻ്റെ പായലുകൾ മാറ്റുന്ന,
അതിൻ്റെ മണ്ണുകൾ പരിശോധിക്കുന്ന, മാലിന്യങ്ങൾ ഒഴുകിയെത്താനുള്ള സാധ്യതകൾ അടക്കുന്ന തരത്തിലുള്ള ഒരു ഭരണകൂട ഇടപെടൽ കൂടി ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകണം. അതിന് സർക്കാരും ജലഗതാഗത വകുപ്പും വളരെ ജാഗ്രവത്തായ ഒരു പരിശോധനയും ഇടപെടലും ഇവിടെ നടത്തേണ്ടതുണ്ട് എന്നുള്ളത് കൂടെ എനിക്ക് ഇതിനിടയിൽ ബോധ്യം വന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ബോട്ടിംഗ് സൗകര്യങ്ങൾ അത് എത്രയധികം പഴയതാണോ അത്രയധികം അപകട സാധ്യതകളുണ്ട്. ഇതിപ്പോൾ കേരള സർക്കാരിൻ്റെ ഒരു ബോട്ടാണ് ഈ വരുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടാൽ എത്രയോ കാലം മുമ്പുള്ളതാണ് എന്ന് തോന്നുകയാണ്. അപ്പോൾ സർക്കാർ സംവിധാനം ആദ്യം അടിമുടി പരിഷ്കരിക്കേണ്ടതുണ്ട്. ആ സർക്കാർ സംവിധാനം അടിമുടി ആദ്യം തന്നെ പരിഷ്കരിച്ചു പുതിയ ബോട്ടുകളിലേക്ക് യാത്രക്കാരുടെ സഞ്ചാര ബോട്ടുകൾ, ഇപ്പോൾ കൊല്ലത്തേക്കായാലും വേമ്പനാട്ടിലേക്കായാലും അതുപോലെ കുമരകത്തേക്കായാലും കോട്ടയത്തേക്കായാലുമുള്ള യാത്രാ സൗകര്യങ്ങൾ ആദ്യം ക്രമീകരിക്കുകയും സുതാര്യവും സുരക്ഷിതവുമാണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്ത ശേഷം ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ, വിദേശികളായ ആളുകൾ വന്നാലും ആകർഷിച്ച് കയറാൻ കഴിയുന്ന തരത്തിലുള്ള ബോട്ടുകളാക്കി കുറഞ്ഞ ചെലവിൽ നമ്മുടെ സ്കൂളുകളിൽ നിന്ന്, കോളേജുകളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് ആഭ്യന്തര ടൂറിസത്തിനായി പോകുന്ന ആളുകളുടെ പോക്കറ്റ് കീറാതിരിക്കുന്നതിനുള്ള പദ്ധതികൾ കൂടി കാണാൻ സർക്കാരിനാണ് സാധിക്കുക. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ ബോട്ടിംഗ് മേഖല, ഈ യാത്രാ സൗകര്യത്തെ ഒരു കൗതുകമായ കാഴ്ചയായി, മനോഹരമായ ഒരു സഞ്ചാര ഓർമ്മകളാക്കി നിലനിർത്താൻ കഴിയുന്ന തരത്തിൽ സർക്കാർ അവരുടെ ടൂറിസ്റ്റ് പദ്ധതികളെ വിഭാവന ചെയ്യണമെന്നുള്ളൊരു കാര്യം എനിക്ക് ഇതിനിടയിൽ ഇതൊക്കെ കാണുമ്പോൾ തോന്നുകയാണ്. അപ്പോൾ ഇങ്ങനെ ആലപ്പുഴയുമായി ബന്ധപ്പെട്ടു, ആലപ്പുഴയ്ക്ക് പുറത്ത് കൊല്ലവുമായും കോട്ടയവുമായും 2 ജില്ലകളുമായി ബന്ധപ്പെടുന്ന അന്തർജില്ലാ ടൂറിസ്റ്റ് പാക്കേജുകൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഇവിടെ സർക്കാരിൻ്റെ നടക്കേണ്ടതുണ്ട്. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആലപ്പുഴ ജില്ലയുടെ വിവിധ തുരുത്തുകളിലേക്ക് പോകാൻ വേണ്ടി ചങ്ങാടം പോലുള്ള കാര്യങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അതേ സംബന്ധിച്ചും പിന്നീട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു നല്ല ടൂറിസ്റ്റ് പദ്ധതി, കിഴക്കിൻ്റെ വെനീസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആലപ്പുഴ പട്ടണത്തിൽ അതിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ഇങ്ങനെയൊരു സംവിധാനമുണ്ട്. പലതരത്തിലുള്ള ബോട്ടിങ്ങുകൾ നമുക്ക് ജലഗതാഗത രംഗത്ത് ലഭിക്കും. ഗതാഗതത്തിനപ്പുറത്ത് വെനീസ് എന്ന ഒരു നാമകരണം ചെയ്യുന്നത് അതിൻ്റെ വ്യത്യസ്തമായ സവിശേഷതകളാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കൊണ്ട് തന്നെ ഈ ബോട്ടിംഗ് മേഖല കുറച്ചുകൂടി പരിഷ്കരണത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ഗതാഗത മാർഗങ്ങൾ കുറച്ചുകൂടി സൗകര്യപ്രദവും വൃത്തി ഉള്ളതും മനോഹരവുമായി മാറ്റപ്പെട്ടുകൊണ്ട് ഒരു പാശ്ചാത്യ നാടുകളെയൊക്കെ അമ്പരപ്പിക്കുമാറുള്ള വൃത്തിയിലും വെടുപ്പിലും അതുപോലെ തന്നെ അതിൻ്റെ ഭംഗിയിലുമൊക്കെ രൂപപ്പെട്ട് വരണമെന്ന ആഗ്രഹം കൃത്യമായി ഈ സന്ദർഭത്തിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്ന്, ഇവിടെ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള സഞ്ചാര സൗകര്യവും ലഭിക്കും. ജലഗതാഗതം ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും നേരിട്ട് ഇവിടെ വരിക. ബോട്ടിംഗ് സ്വന്തമായി എടുക്കാൻ പറ്റുമെങ്കിൽ മണിക്കൂറിന് 800 രൂപയൊക്കെ കൊടുത്താൽ കിട്ടുന്ന ബോട്ടുകൾ വരെ ഉണ്ട്. അത് ഫാമിലി ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാം. ഇനി ആളുകൾ ടീമായിട്ടാണ് വരുന്നതെങ്കിൽ അതിനേക്കാൾ അവർക്ക് പൈസ കുറഞ്ഞ് കിട്ടും. 75-50 രൂപയൊക്കെയായി കിട്ടും. കാരണം മണിക്കൂർ 800 രൂപയാണല്ലോ ഉള്ളത്. മാത്രമല്ല, സർക്കാരിൻ്റെ സംവിധാനം ഉപയോഗിച്ച് കുറഞ്ഞ ടിക്കറ്റിൽ അത് സമയബന്ധിതമായി ഇതുപോലുള്ള ബോട്ടുകളിലായിരിക്കും യാത്ര. കാരണം ഇങ്ങനെയുള്ളൊരു ബോട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു KSRTCയുടെ പഴയ ആനവണ്ടിയുടെ മോഡൽ ഇങ്ങനെ തോന്നുകയാണ്. കേരള സർക്കാരിൻ്റെ സംവിധാനമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിഷ്കരിച്ച് വരണമെന്നാണ് ആഗ്രഹിച്ചത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുവരികയാണല്ലോ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം നല്ല ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ഈ ചാനലിൻ്റെ ഈ ഇടപെടലിനെ സ്വാഗതാർഹമായി കാണുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ തന്നെ രേഖപ്പെടുത്തി ഒപ്പം നമ്മുടെ ഈ സഞ്ചാരത്തോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകി കൂടെ ഉണ്ടാവണം എന്ന ഒരു അഭ്യർത്ഥന മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ആദ്യാവസാനം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിലും സന്തോഷം നിറഞ്ഞ്
നിങ്ങൾക്കൊരു മനോഹരമായ മെസ്സേജ് ഇതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് കരുതുകയാണ്. ഒരുപക്ഷെ ചരിത്രത്തിൻ്റെ ചില മെസ്സേജുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് നമ്മുടെ നാടിൻ്റെതായ ചില മെസ്സേജുകൾ ലഭിച്ചിട്ടുണ്ടാവും. ഏതായാലും അതിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തി അവസാനിപ്പിക്കും.